ഷാഫി പറമ്പിലും വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമല്ല, അവർക്ക് അധികാരത്തിന്റെ സ്ഥാനങ്ങൾ എത്തിപ്പിടിക്കുന്നതിനു വേണ്ടി ആരെയൊക്കെ ഉപയോഗപ്പെടുത്താമോ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പാർട്ടിയെ കൈപ്പിടിയിലാക്കുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുമെന്ന് വളരെ കൃത്യവും വ്യക്തവുമായി ഈ നാട്ടിലുള്ള സകല മനുഷ്യരോടും വിളിച്ചു പറയാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ ആ പാർട്ടിക്കകത്തിരിക്കുമ്പോൾ തന്നെ. അത് മറനീക്കി പുറത്തു വരുന്ന ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം മാത്രമാണിത്. അതിനിടയിൽ ഇവരുടെയൊക്കെ വൈകൃതങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. പിതൃതുല്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വന്തം പെൺമക്കളെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്കൊക്കെ അദ്ദേഹം നിർബന്ധിച്ചു എന്നുള്ളത് തന്നെയായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിലുള്ള വാക്ക്. കാരണം അറിഞ്ഞിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുകയും അത് കണ്ണടച്ച് അതിനെ മൗനാനുവാദം കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ സ്വന്തം പ്രസ്ഥാനത്തിലെയും കേരള പൊതുസമൂഹത്തിലെയും സ്ത്രീകളെ അതേ പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാർക്ക് ഉപഭോഗ വസ്തുവായി കാണുന്നതിനു വേണ്ടി കൂട്ടുനിന്നു എന്ന് പറയുന്നത് പറവൂർ MLA-യും പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ കോൺഗ്രസിനെ അദ്ദേഹത്തിന്റെ അധികാരമോഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു 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 എന്താ പറയുക ഒരു ടൂളായി മാത്രമാണ് കണ്ടിരുന്നത് എന്നും അതിന്റെ വിലയായിട്ടാണ് ഒരു പക്ഷേ മുഖം പൊത്തിയൊക്കെ പത്രക്കാരിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നതും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഏതൊക്കെ കേസുകളാണ് തേച്ചുമാച്ച് കളയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം ദുരുപയോഗം ചെയ്തത് എന്നും അത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതിൽ തുടരാൻ അർഹനാണോ എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് പോകുക എന്നൊന്നല്ല ഇവിടെ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട മുദ്രാവാക്യം തന്നെ. CPM പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ്. രാജിവെച്ച് പോകേണ്ടത് ആദ്യം പ്രതിപക്ഷ നേതാവാണ്. തനിക്ക് ഒത്താശ ചെയ്യുന്നവരെ കൂട്ടുകൃഷിക്ക് വേണ്ടി വിനിയോഗിക്കുകയും ആ കൂട്ടുകൃഷി വിജയകരമായി കൊണ്ടുപോകുന്നിടത്തോളം കാലം മറ്റ് ശബ്ദങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുകയും ചെയ്തുകൊണ്ട് ഒരുതരം അപ്രമാദിത്വത്തിൽ ആ പാർട്ടിയെ കൈപ്പിടിയിലാക്കുകയും ഇപ്പോഴും പാർട്ടി എന്ന് പറഞ്ഞാൽ അവസാന വാക്ക് പ്രതിപക്ഷ നേതാവാണെന്നും UDF കൺവീനറിന്റെ സ്ഥാനത്തിരിക്കുന്ന UDF-ന്റെ ചെയർമാന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് കോൺഗ്രസ് പാർട്ടിയുടെ അവസാന വാക്ക് എന്നുള്ള ഗതികേടുമൊക്കെയാണ് ആ പാർട്ടി അനുഭവിക്കുന്ന അപജയം. അപ്പോൾ ഒരു പപ്പച്ചിനെ പോലെ ഒരു KPCC പ്രസിഡന്റിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അധികാരം കൂടി കൈപ്പിടിയിലാക്കാം എന്നുള്ളതിന്റെ വളഞ്ഞ വഴികളൊക്കെ സ്വീകരിച്ച ഒരാൾക്കുണ്ടാകുന്ന അനിവാര്യമായ പതനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യം മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുക എന്നുള്ളതും അതിനെ തുടർന്ന് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറവൂരിന്റെ ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യനാണോ എന്നുള്ളതിന്റെ ചോദ്യത്തിലേക്ക് പറവൂർ ജനതയെ ഉയർത്തുക എന്നുള്ളതുമാണ് ഇടതുപക്ഷത്തിന്റെ LDF-ന്റെ CPM-ന്റെ ഒക്കെ രാഷ്ട്രീയ ദൌത്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.